സ്നേഹപ്പെട്ട എല്ലാവർക്കും പുതിയ ഇന്ത്യയിലേക്ക് സ്വാഗതം. ദാവീദ് കിന്നരം എടുത്ത് വായിക്കും. ശൗലിന് ആശ്വാസവും സുഖമുണ്ടാകും. 1 ശമൂവേൽ 16-24 വാക്യം. ശൗൽ രാജാവ് തനിക്ക് അസ്വസ്ഥാനുഭവപ്പെട്ടപ്പോൾ ഒരു സംഗീത തെറാപ്പിക്കായി ഒരുവനെ തിരഞ്ഞു. അവൻ്റെ പരിചാരകർ അവൻ്റെ സമാധാനമില്ലായ്മ കണ്ടു. അവന് വേണ്ടി കിന്നരം വായിപ്പാൻ ആരെങ്കിലും കണ്ടെത്തുമെന്ന് ഉദ്ദേശിച്ചു. 1 ശമൂവേൽ 16-16 വാക്യം പഠിക്കാൻ സാധിക്കും. അത് അവനെ സുഖമാക്കുമെന്ന പ്രതീക്ഷയിൽ അവർ ഇശായിയുടെ മകനായ ദാവീദിനെ വിളിച്ചു. ശൗൽ അവന് സന്തുഷ്ടനാകുകയും തൻ്റെ ശുശ്രൂഷയെ തുടരാൻ അവനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ദാവീദ് ശൗലിൻ്റെ അശാന്തിയുടെ നിമിഷങ്ങൾ അവന് വേണ്ടി കിന്നരം വായിച്ചു. അത് അവൻ്റെ അസ്വസ്ഥതയിൽ അവന് ആശ്വാസം നൽകി. സംഗീതം നമ്മെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് ദൈവത്തിന് അറിയാമായിരിക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി നാം കണ്ടെത്തുക മാത്രമായിരിക്കും ചെയ്തിരിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ സംഗീതത്തിൻ്റെയും രചയിതാവും സൃഷ്ടാവും എന്ന നിലയിൽ നമ്മുടെ ആരോഗ്യത്തിനായി എല്ലാവർക്കും എളുപ്പത്തിൽ പ്രാപ്യമായ ഒരു കുറിപ്പടി അവിടെ നൽകി. ആരും കേൾക്കാനില്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇടയിൽ സ്വന്തമായ സംഗീതം സൃഷ്ടിച്ചുണ്ട്. നമുക്ക് ദൈവത്തെ വാഴ്ത്തിപ്പാടാം. സംഗീതത്തിന് 59-16 പ്രവൃത്തി 16-25 പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. നിങ്ങളെ ആശ്വസിപ്പാൻ ദൈവം സംഗീതം ഉപയോഗിച്ചത് എങ്ങനെ? ദാവീദ് ശൗലിന് വേണ്ടി ചെയ്തതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഒരാളെ ആശ്വസിപ്പാൻ കഴിയും? പ്രാർത്ഥിക്കാം. പിതാവേ, ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും സ്വന്തമാക്കാൻ അങ്ങ് സംഗീതം സൃഷ്ടിച്ച് അതിനെ ഉപയോഗിച്ചു. നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.